തങ്കരി ഉൾപ്പെടെ അപ്പർ കുട്ടനാട് മേഖലയിൽ വെള്ളം കയറിയ സാഹചര്യമുണ്ട്. തിരുവല്ല MLA വർഗീസ് മാമന്റെ നേതൃത്വത്തിലാണ് മേഖലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, അപ്പോൾ വീണ്ടും മഴയെത്തിയതിൽ വലിയ ആശങ്കയുണ്ടോ? എന്താണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ അടക്കം അവസ്ഥ? MLA എങ്ങനെ കാര്യങ്ങളെ വിലയിരുത്തുന്നു? മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലരെയും മാറ്റുകയാണ്. തിരുവല്ലയിലാണെങ്കിൽ ചില ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിപ്പെടാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള പരിമിതികൾ പലതുമുണ്ട്. ഇപ്പോൾ തിരുവല്ല MLA വർഗീസ് മാമൻ നേരിട്ടാണ് ഈ കാര്യങ്ങൾ ഒക്കെ ഏകോപിപ്പിക്കുന്നത്. ഇവിടെ CMSലെ ഒരു ക്യാമ്പിലേക്ക് അദ്ദേഹം നേരിട്ട് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കളക്ട് ചെയ്ത് ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്കായി എത്തിച്ചിരിക്കുകയാണ്. എത്ര ക്യാമ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്? 150ഓളം ക്യാമ്പുകളായി 6500 എണ്ണമായി. ഏറ്റവും വലിയ പ്രശ്നം പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ക്യാമ്പുകളിൽ വെള്ളം കയറുന്നു. അവരെ തിരുവല്ല ടൗണിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ക്രമീകരണമായി. അവിടെ നമുക്ക് റീച്ച് ചെയ്യാൻ തന്നെ ടോറസ് വാഹനങ്ങൾ വേണം. ടോറസ് ലോറിയിൽ എത്താൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക്. അതുപോലെ ഈ ക്യാമ്പുകളിലൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കൊടുത്ത ഫുഡിൻ്റെ കണക്കൂട്ടൽ തെറ്റുകയാണ്. ഈ 23 തിരുവല്ല മുനിസിപ്പാലിറ്റി 23-24 വാർഡാണ്. ഞാൻ ഇവിടെ താമസിക്കുന്ന വാർഡാണ്. അവിടുത്തെ അഫക്റ്റഡ് ആളുകളാണ് ഈ ക്യാമ്പിലുള്ളത്. ഭക്ഷണം തികഞ്ഞുകൊണ്ട് രാവിലെ ഞങ്ങൾ ഹോട്ടലിലേക്ക് വരുന്നത്. എല്ലാ ക്യാമ്പുകളിലും ഒരു കുറവുണ്ടാകാതെ നമ്മുടെ ഒരു പാരൽ സിസ്റ്റം MLA റിലീഫ് വർക്ക് ചെയ്യാൻ ഇവിടെ സന്നദ്ധ സംഘടനകൾ സഹകരിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സംവിധാനങ്ങളെല്ലാം ഇവിടെ സജീവമാണ്. പക്ഷേ ക്യാമ്പിൽ അപ്രതീക്ഷിതമായ ആളുകളുടെ എണ്ണം കൂടുകയാണ്. 300-350 കവിഞ്ഞ ക്യാമ്പുകളിൽ രണ്ടാക്കാൻ പോവുകയാണെന്ന്. കാരണം അവിടെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. ഈ കാര്യങ്ങളിൽ പിന്നെ മെഡിക്കൽ കെയറിൻ്റെ പ്രത്യേക ടീം ഇവിടെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു മഹാപ്രളയത്തിൻ്റെ പ്രതീതിയാണ്. തിരുവല്ല നിയോജക സംബന്ധിച്ച് 5 പഞ്ചായത്തുകൾ വെള്ളത്താൽ മുങ്ങിക്കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ആളുകളുണ്ട്. അവരെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അവർ ക്യാമ്പുകളിൽ പോയിട്ടില്ല. രാത്രി വളരെ വൈകിയും ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ ഇവരെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ക്യാമ്പുകളിലെ സർക്കാർ സംവിധാനത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു. പക്ഷേ രാവിലെ പാചകം ചെയ്യാൻ പറ്റുന്നില്ല. എണ്ണം വളരെ കൂടിയിരിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നു. ഇന്ന് ഉച്ചയോടുകൂടി ക്രമീകരണം ഉണ്ടാവും. മുഖ്യമന്ത്രി ഇന്ന് ജില്ലയിൽ എത്തുന്നുണ്ട്. ചാർജുള്ള മന്ത്രി ശ്രീ PC വിശ്വനാഥ് ഇന്നലെയും ബന്ധപ്പെട്ടു. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇന്നലെ തിരുവല്ല നിയോജകത്തിലെ ക്യാമ്പുകൾ സന്ദർശിച്ചു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമ്മുടെ 2 ദിവസമായിട്ട് കാണുന്നത് റാന്നിയിലും ഒപ്പം തന്നെ ആറന്മുളയിലും ഒക്കെയാണ് വലിയ ദുരിതം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്നലെ ഇവിടെ വന്ന മുതൽ കാണുന്നത് തിരുവല്ലയും അതിനപ്പുറമുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഒരു പ്രത്യേക പരിഗണന, ഒരു ഇടപെടൽ വേണ്ട ഘട്ടത്തിലേക്കാണോ പോകുന്നത്? തീർച്ചയായിട്ടും റാന്നിയിലും വെള്ളക്കയറ്റം എപ്പോഴുണ്ടായാലും 2018 ഉണ്ടായാലും 3-ാം ദിവസമാണ് തിരുവല്ലയിൽ വെള്ളം വന്നത്. ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയാണ്. റാന്നി, അത് കഴിഞ്ഞാൽ കോഴഞ്ചേരി, അത് കഴിഞ്ഞാൽ ചെങ്ങന്നൂർ, തിരുവല്ല. ഈ പ്രശ്നം ചെങ്ങന്നൂർ വലിയ അഫക്റ്റഡായിട്ടായിട്ടുള്ള തിരുവല്ലയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ആ വെള്ളക്കെട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇതുകൂടാതെ മഴയും വീണ്ടും ഒലിച്ചു വരുന്ന വെള്ളവും. അന്നേരം ഇവിടെ വളരെ ഭയാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് അപ്പർ കുട്ടനാട് കടന്നു പോവുകയാണ്. ഈ പ്രദേശത്തെ ഒരു പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് അടിയന്തര കേന്ദ്ര സഹായമാണ് വേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ മിഷനറികളെല്ലാം സഹായിക്കുന്നുണ്ട്. കേന്ദ്രം ഇത് കണ്ടില്ലെന്ന് ഇറക്കിയിരിക്കാൻ പറ്റില്ല. കേന്ദ്ര സഹായത്തോടുകൂടി ഇതൊരു പ്രളയബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ പുനരധിവാസം, ഈ ക്യാമ്പുകൾ നടത്തുക മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നം. ഇവരെല്ലാം നഷ്ടപ്പെട്ട് വന്നിരിക്കുന്നവരാണ്. അവിടെ വീടുകളും മുഴുവൻ വെള്ളവും ചള്ളയുമാണ്. തൊഴിലില്ല, വസ്ത്രങ്ങളില്ല. ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും സർക്കാരിന് കൊടുക്കാനൊക്കെ പരിമിതിയുണ്ട്. ഇപ്പം തിരുവല്ലയിലെ ഒരു സന്നദ്ധ സംഘടനയെ ഞാൻ ഈ ക്യാമ്പ് ഇന്ന് മുതൽ ഏൽപ്പിക്കുകയാണ്. കാരണം മുന്നോട്ട് പോകാൻ ഒക്കാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. എന്തായാലും MLA നേരിട്ടാണ് തിരുവല്ലയിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ, അതിനുമായി ബന്ധപ്പെട്ട ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ എല്ലാം നടത്തുന്നത്. അതിന് നേരിട്ട് രാവിലെ മുതൽ വർഗീസ് മാമൻ MLA ഉണ്ട്. ക്യാമ്പിലുള്ളവർ കൂടി അഭിപ്രായം പറയും. എങ്ങനെയാണ് MLAയോട് ഇടപെടുന്നത്? കഴിഞ്ഞ വർഷം ഇതുപോലെ MLA സാർ വന്ന് എല്ലാ സാഹചര്യങ്ങളെല്ലാം ഒപ്പിച്ച് തന്നു. ഈ ക്യാമ്പിൽ ഈ CMS കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് ഇത് തുറന്നു തരുന്ന ഇവിടുത്തെ ടീച്ചേഴ്സും മെമ്പർമാരും എല്ലാം കൂടെ, ഞങ്ങളുടെ എല്ലാ മെമ്പർമാരും സഹകരിക്കുന്നുണ്ട്. പിന്നെ സാറ് വന്ന് ഞങ്ങളുടെ ക്ഷേമങ്ങളെല്ലാം അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ വില്ലേജിൽ നിന്നും സാധനങ്ങളും ഞങ്ങൾക്ക് അന്നുള്ള സാധനങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ മുനിസിപ്പാലിറ്റിയിലേക്ക് കയറി ഡോക്ടേഴ്സിൻ്റെ ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. രായ്ക്ക് രാമായണം വന്നവരാണ് എല്ലാവരും. അവർക്ക് വസ്ത്രങ്ങളില്ല, ഉടുതുണിയോടെ ഇറങ്ങി ഓടിയവരാണ്. വീട് വരെ മുങ്ങി, എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ MLA സാർ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ 10-60 പേര് ഞങ്ങളിവിടെ ഉണ്ട്. ഇപ്പം അടുത്ത ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം തൽക്കാലം 70 പേരുടെ ഇതിൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പം സാധനങ്ങളെല്ലാം ഇപ്പോൾ രാവിലത്തെ ഫുഡെല്ലാം MLA സാറ് കൊണ്ടു തന്നു. പിന്നെ ഭക്ഷണത്തിനുള്ള ആഹാരങ്ങൾ ഉച്ചക്കത്തെ എല്ലാം ഞങ്ങൾക്ക് കൊണ്ടു തരും. ഇപ്പം സാറെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. വസ്ത്രങ്ങളെ, പാത്രങ്ങളെ എല്ലാം കൊണ്ടുതരാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇപ്പം ഭക്ഷണം എല്ലാം കൊണ്ടുവന്നു. അതുകൊണ്ട് ഇത്രയും പ്രായമുള്ളവരുണ്ട്, വയ്യാത്തവരുണ്ട്, തീരെ വയ്യാത്തവരുണ്ട്. ഇത്രയും പ്രായമുള്ള 60 വയസ്സിന് മേളിലുള്ളവരുണ്ട്, 60 വയസ്സിന് താഴെയുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ അമ്മമാരുണ്ട്,
സ്ത്രീ കൊച്ചു പിള്ളേർ എല്ലാവരും ഉണ്ട്. എന്നാലും ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടെല്ലാം ഞങ്ങൾക്ക് അറിഞ്ഞു കേട്ട് നമ്മുടെ MLA ആയാലും മെമ്പർമാരാണ് എല്ലാവരും കൊണ്ട് തരുന്നുണ്ട്. പിന്നെ നമ്മുടെ വില്ലേജിൽ നിന്ന് പ്രത്യേകിച്ച് നഗരസഭയിൽ നിന്ന് പിന്നെ നഗരസഭയിലെ സാറന്മാർ എല്ലാം സഹകരണങ്ങൾ വെള്ളത്തിന് വെള്ളവും എല്ലാം ഞങ്ങൾക്ക് നേരത്തെ കൊണ്ട് തന്നു. എങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് വെള്ളങ്ങൾ പിന്നെ അതിന് വേണ്ടി മരുന്നുകൾ പിന്നെ ബ്ലീച്ചിങ് പൗഡറ് പിന്നെ വാഷ് ചെയ്യുന്ന ബാത്റൂം വാഷ് ചെയ്യുന്ന എല്ലാം ഞങ്ങൾക്ക് അവിടെ എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ പ്രയാസമില്ല. എന്തായാലും വലിയ പരാതികളാണ് പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും കാണാറ്. അതാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉള്ള ആളുകൾ പറയുകയും ചെയ്യാറ്. പക്ഷേ MLA നേരിട്ടാണ് തിരുവല്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ചില സ്ഥലങ്ങളിലുള്ള പ്രതികരണം എന്ന് പറയുന്നത് അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പരാതികൾ ഇല്ല. നേരിട്ട് സന്നദ്ധ സംഘടനകളുടെ ഉൾപ്പെടെ സഹായത്തോടെ അത്തരം നടപടികൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരാശങ്ക, ഇന്നലെ ഉച്ചയോടുകൂടി മാറി നിന്ന മഴ ഇപ്പോൾ അത് ശക്തമായി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി ഒരുപക്ഷെ അല്പസമയത്തിനകം ഈ പത്തനംതിട്ട ജില്ലയിൽ എത്തുമ്പോൾ തിരുവല്ലയിൽ കൂടി എത്താൻ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു ഇടപെടൽ, ഒരു പ്രത്യേക ശ്രദ്ധ തിരുവല്ലയ്ക്കായി വേണം എന്നുള്ളതാണ് നിലവിൽ MLA തന്നെ ആവശ്യപ്പെടുന്നത്. വിജിനാണ് വിവരങ്ങൾ നൽകിയത്.